ഡിയേഴ്സ്, ഹാപ്പി എൻഡിങ് സ്പായിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അത് ഓൾറെഡി പോയിട്ടുള്ളവരാണോ നിങ്ങൾ? പോയിട്ട് പണി കിട്ടിയവരാണോ നിങ്ങൾ? ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ. ഇനി സ്പായിൽ പോണോ നിർബന്ധമാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പോയിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒരു ഹാപ്പി എൻഡിങ് സ്പായിൽ പോയെന്ന് വെച്ചാൽ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരൊരു മോശമാണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പോകുന്നവർക്ക് ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വെറുതെ ഒരു ഓറലി ഒക്കെ ചെയ്തു, ഓറലി മാത്രമേ ചെയ്തിട്ടുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച ആൾക്ക് ഗൊണേറിയ നല്ല രീതിയിൽ കിട്ടി. അതുകൊണ്ട് ഭാര്യയ്ക്കും കൊണ്ട് കൊടുത്തു. പുഴുത്ത് ഭണ്ഡാരം അടങ്ങി ജീവിതം പോയി. കൊച്ചിനെ എടുത്തിട്ട് ഉമ്മ കൊടുക്കാൻ പോലും പറ്റാത്ത സ്വന്തം മക്കളെ അവസ്ഥയിലെത്തി. അതിന് ഞാൻ ലൈംഗികത്തിലൊന്നും ഏർപ്പെടുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്നും ഒരു കൈ കൊണ്ട് അവർ ചെയ്തു തരുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വായും കൊണ്ട് ചെയ്തു തരുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മറ്റു പരിപാടിക്ക് നിൽക്കാറില്ല. അതിനെന്താ ആണോ? ബോഡി ഫ്ലൂയിഡിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈവൻ അവർ ഇന്റൻഷനില്ല, കൈ കൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അവർ ബോഡി ഫ്ലൂയിഡ് അതിലായിട്ടില്ലെന്ന് എന്താ നിങ്ങൾക്ക് ഉറപ്പ്? ചിലർ പറയും കോണ്ടോ ഉണ്ടല്ലോ, പിന്നെന്നാ കോണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താ 100% സേഫ് ആണോ കോണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ അവരിങ്ങനെ ചെയ്തു കൊടുക്കുന്നേ, പലരും ചെയ്തു കൊടുക്കുന്നുണ്ട്. വെറുതെ സ്കിൻ ടു സ്കിൻ ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. ഒന്ന്, ഫംഗൽ ഇൻഫെക്ഷൻ, HPV, ജെനിറ്റൽ വാർഡ്സുകൾ, അതായത് അരിമ്പാറ പോലെയൊക്കെ വരുന്നത്, സിഫിലിസ്, ഗൊണേറിയ, ക്ലെമഡിയ, ഹെർപ്പസ്. ചിലപ്പോൾ ഒരു ഉമ്മ മതിയാവും, ഒരു ഉമ്മ കൊടുത്താൽ മതിയാവും. അവർ ആ ഒരു കുറച്ച് സ്കിന്നിൽ നിന്ന് ടച്ച് വന്നാൽ മതി, നിങ്ങൾക്ക് ഹെർപ്പസ് വരും, പൊട്ടി ഒഴുകി നടക്കേണ്ടി വരും. പണ്ട് ഗൾഫിലൊക്കെ ഉള്ളവരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ചേച്ചി ഞങ്ങൾ ഇടയ്ക്ക് പോകും, ഒരു റിലാക്സേഷന് പോകും, അല്ലെങ്കിൽ ആഴ്ചയിലെ അവസാന ദിവസം പോകും. ഇത് ഇവിടെയും ഇപ്പോൾ സുലഭമായിട്ടുണ്ട്, എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പാ. പക്ഷെ അവിടെ ജസ്റ്റ് ഒരു സ്പാ മാത്രമല്ല, ഇപ്പം കൂടുതലും ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ ഉണ്ട്. പോയിട്ടുള്ളവരാണെങ്കിൽ ഇച്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ? ചെറിയ ബ്ലിസ്റ്റേഴ്സോ, ചെറിയ തരത്തിൽ എന്തെങ്കിലും ഒരു എരുമ്പാറ പോലെ, അതും അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, എന്തെങ്കിലും ഒരു ഡിസ്ചാർജ്, ഇച്ചിരി എന്തെങ്കിലും വേറെ സ്മെല്ല് ഉണ്ടോ? പേടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഡോക്ടറെ പോയി, ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം, STD ഉണ്ടോന്നോ, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണം. നിങ്ങൾ ബംഗാളികളൊക്കെ ഉള്ള ആൾക്കാരാണോ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് കോണ്ടോ ഇട്ടിട്ടാണോ ചെയ്തത്, ഇനി എൻ്റെ പെണ്ണിനോട് ചെയ്താൽ കുഴപ്പമില്ല എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും വന്നിരിക്കും. ഇതിപ്പോൾ 4ാമത്തെ ആളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ കാരണം അവർക്കും ആയി എന്ന് പറഞ്ഞിട്ട്. ഈ കുറച്ച് അടുത്ത ദിവസങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾക്ക് വിചാരിക്കുന്നില്ല, നിങ്ങൾക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് പീരീഡ്സ് ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഇമ്മ്യൂണിറ്റി കുറയും. ഭയങ്കര രീതിയിൽ ഹെർപ്പസും ഗൊണേറിയൊക്കെ ഭയങ്കരമായിട്ട് ചലവും ബ്ലിസ്റ്റേഴ്സും ബാഡ് സ്മെല്ലും ഒക്കെ വന്നാൽ അവരുടെ ജീവിതം കൊള്ളാകും. എനിക്ക് ഇച്ചിങ് ഇല്ല, ഇൻഫെക്ഷൻ ഒന്നും, ഈ സിംറ്റം ഒന്നും ഇല്ല, അന്ന് ഞാൻ സേഫ് ആണോ? അല്ല. പല STDയും സിംറ്റംസേ കാണിക്കില്ല. ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോഴായിരിക്കും എയ്ഡ്സ് ഉണ്ട്. ദയവ് ചെയ്ത് ഞാൻ പറയാം, നിങ്ങൾ ഇതേപോലെ ഒരു സ്പായിൽ പോയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ ഒരാൾക്ക് അവർക്കുണ്ടോ എന്ന് തന്നെ അറിയും, ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സ്പായിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ത്വരയുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കൈ മാത്രം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അവരുടെ യോനിയിൽ തൊട്ടിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? കുറച്ച് ഇവനും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഹെർപ്പസും ഗൊണേറിയൊക്കെ എത്രയോ പേർക്ക് വരുന്നു, അത് കൈ ക്ലീൻ ഇല്ലാണ്ടാണോ? അവരെ ഫ്ലൂയിഡിൽ അതുണ്ട്. ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 പേർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശിലാജിത്ത് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം ഒരു പയറുമണീൻ്റെ അത്ര എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാവുന്നതാണ്. ഫീഡ് ആയിട്ടുള്ള വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ശിലാജിത്താണ് നേച്ചർ മാനിന്റെ ശിലാജിത്ത് എന്ന് പറയുന്നത്. പൊട്ടാസ്യം, ഫ്ലൂവിക് ആസിഡ്, അയൺ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റാമിനയും അവരുടെ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനുള്ള കഴിവൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പവറും സ്ട്രെങ്തും കൂട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിയോ ഹെൽത്ത്, നിങ്ങളുടെ പുരുഷ ഹോർമോണൊക്കെ നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി വളരെ സേഫ് ആയിട്ടുള്ള ഇതിൽ ഫ്ലൂവിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലോ, ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ എത്തിക്കാൻ, നല്ല വികസിപ്പിച്ച് എത്തിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയില്ലേ, നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ ഇത് കഴിക്കില്ലേ അത് കഴിക്കില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇത് BP ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. BP, ഷുഗർ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, ക്ലിനിക്കലി പ്രൂവൺ ആണ്. ആയുഷ്, GMP, ISO സർട്ടിഫൈഡ് ഒക്കെ ഉള്ളതാണ്.
അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത് ഹെർബൽ ഇൻഗ്രീഡിയൻസും അടങ്ങിയതാണ്. രാവിലെ ഒരു തിരി ഒരു പയറിന്റെ മണിയോളം എത്ര എടുത്തിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുടിക്കുക. വൈകുന്നേരവും കുടിക്കുക. ബെസ്റ്റാണ്. നിങ്ങളുടെ യുവത്വം കാലത്ത് സൂക്ഷിക്കാനും പറ്റും. അത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും. അപ്പം വേണമെന്നുള്ളവർ ഇത് പർച്ചേസ് ചെയ്തോളൂ. ലിങ്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കിട്ടും. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി പർച്ചേസ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പൈയിൽ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കും, മറക്കരുത്. നമ്മളുടെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൊണ്ട് തല്ലി ഓടിക്കരുത്. ഓക്കെ, ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര ട്രീറ്റ് ചെയ്താലും ഒന്ന് ചിലപ്പോൾ ആന്റി ബാക്ടീരിയ കൊടുത്തിട്ടൊക്കെ ഗൊണേറിയും ഹെർപ്പസ് ഒക്കെ ക്യൂർ ആക്കാൻ പറ്റും. പക്ഷെ പിന്നീടും അത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം എത്തിയിട്ട് ബൈ.